ഒരു കോടതി വിധിയെക്കുറിച്ചാണ്. പശുവിനെ കൊന്നെന്നാരോപിച്ച് 3 മനുഷ്യരെ ഗുജറാത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. ജീവപര്യന്തം തടവ് മാത്രമല്ല, 18 ലക്ഷം രൂപ പിഴയുമുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ അതിനുകൂടിയുള്ള തടവ് ശിക്ഷ അനുഭവിക്കണം. മനുഷ്യരെ കൊന്നാൽ പിഴയായി അടയ്ക്കുന്ന പണം ബന്ധുക്കൾക്ക് നൽകാനാണ് കോടതി വിധിക്കാറുള്ളത്. ഇവിടെ ഏതായാലും പണം കൊല്ലപ്പെട്ട പശുവിന്റെ ബന്ധുക്കൾക്ക് നൽകാൻ വിധിയിലില്ല. ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. മനുഷ്യനല്ലാത്ത ഒരു ജീവിയെ കൊന്നതിന്റെ പേരിൽ ലോകത്തെവിടെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാറില്ല. അതിപ്പോൾ ഗുജറാത്തിലെ സാധിക്കൂ. ഇനി ഗോരക്ഷാ വിധിയുടെ സത്യം പറയട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 2011 ഗുജറാത്ത് അനിമൽ പ്രിസർവേഷൻ എന്ന ഈ ആക്ട് പുതുക്കിക്കൊണ്ടുവന്നത്. പ്രിസർവേഷൻ ഓഫ് അനിമൽ എന്നാണ് പേരെങ്കിലും സംഭവം പ്രിസർവേഷൻ ഓഫ് കൗ എന്ന് പറയാം. പറഞ്ഞു വന്നാൽ പശു മാത്രമല്ല, പശുവിന്റെ ആൺരൂപമായ വിത്തുകാളയും വരിയുടച്ച രൂപമായ കാളയും മൂരിക്കുട്ടന്മാരും പശുക്കുട്ടികളുമാണ് ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കൗ, ബുൾ, ബുള്ളോക്ക്, കാഫ് എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് വിശദീകരിച്ചിരിക്കുന്നത്. ഇവയെ ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നാണ് നിയമം പറഞ്ഞു വെക്കുന്നത്. 2011 ആക്ടിൽ 10 വർഷം വരെ തടവാണ് പറഞ്ഞിരുന്നതെങ്കിൽ 2017 അത് പുതുക്കി എഴുതിയാണ് ജീവപര്യന്തമാക്കിയത്. നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെടുത്തു വെച്ച് അതുപോലെ ശിക്ഷിക്കുന്നത് ആദ്യമാണ്. 2023 നവംബർ 6 സംഭവം. ഗുജറാത്തിലെ അമ്രേലി പോലീസ് സ്റ്റേഷൻ അതിർത്തി, ബഹർപാരയിലെ ഘാട്ട് കി വാത്. അവിടെ ഒരു വീട്ടിൽ പശുവിനെ കൊന്നുവെന്ന് പോലീസിന് സന്ദേശം. പോലീസ് കുതിച്ചു പായുന്നു. സ്ഥലത്തെത്തുന്നു. കാസിം, സത്താർ, അക്രം എന്നിവർ പാർക്കുന്ന വീട്. അവിടെ കയറിയ പോലീസ് 40 കിലോ ഇറച്ചി കണ്ടെത്തുന്നു. വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു. പശു മാംസമാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിൽ നിന്ന് കാസിമിനെ പിടികൂടുന്നു. സത്താറിനും അക്രത്തിനുമായി വലിയ തെരച്ചിൽ ആരംഭിക്കുന്നു. ഇരുവരും പോലീസിന് കീഴടങ്ങുന്നു. 3 പേരും ചേർന്ന് പശുവിനെ കൊന്ന് ഇറച്ചി വിൽക്കാനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് കേസ് ഡയറിയിൽ എഴുതി. അതുകൊണ്ട് പശുവിനെ കൊന്നതിന് മാത്രമല്ല, വിറ്റതിനും പ്രത്യേകം കുറ്റം ചുമത്തി. ഗുജറാത്ത് ആനിമൽ പ്രിസർവേഷൻ ആക്ടും IPCയിലെ വകുപ്പുകളും ചേർത്തായിരുന്നു കേസ് ചാർജ് ചെയ്തിരുന്നത്. ആനിമൽ പ്രിസർവേഷൻ ആക്ടിലെ സെക്ഷൻ 6B അനുസരിച്ച് നോ പേഴ്സൺ ഷോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സെൽ, കീപ്, സ്റ്റോർ, ട്രാൻസ്പോർട്ട്, ഓഫർ ഓർ എക്സ്പോസ് ഓർ സെൽ ഓർ ബൈ ബീഫ് ഓർ ബീഫ് പ്രോഡക്ട്സ് ഇൻ എനി ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളും നേരിട്ടോ അല്ലാതെയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ സംഭരിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവ പ്രദർശിപ്പിക്കാനും പാടില്ല. വിൽക്കുന്നത് മാത്രമല്ല, വാങ്ങുന്നതും ഈ ചട്ടം അനുസരിച്ച് സമാന ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ബീഫ് 100 ഗ്രാം ആണെങ്കിലും വീട്ടിൽ നിന്ന് കണ്ടെടുത്താൽ ജീവപര്യന്തം ശിക്ഷ ഉറപ്പാണെന്നർത്ഥം. ബീഫ് എന്താണെന്നും നിയമം വ്യക്തമാക്കുന്നുണ്ട്. ബീഫ് മീൻസ് ഫ്ലഷ് ഓഫ് എനി ആനിമൽ സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1A ഓഫ് സെക്ഷൻ 5 എന്നാണ് പറയുന്നത്. പശു, പശുവിന്റെ കിടാവ്, കിടാവ് മൂരിക്കുട്ടിയോ പശുക്കുട്ടിയോ ആകാം. വരിയുടച്ചതും അല്ലാത്തതുമാകാം. വിത്തുകാള, പിന്നെ വരിയുടച്ച കാള. പശുവിന്റെ മാത്രമല്ല, മൂരിയുടെയും കാളയുടെയും കിടാരികളുടെയും എല്ലാം ഇറച്ചി ബീഫ് എന്ന നിർവചനത്തിൽ വരും. ഗുജറാത്തിലെ നിയമത്തിൽ ഒരു ഇളവ് പറയുന്നുണ്ട്. മതപരമായ ആവശ്യത്തിനായി പശുവോ കാളയോ വിത്തുകാളയോ അല്ലാത്തവയെ കൊല്ലുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. ഈ നിയമം തത്വത്തിൽ മൃഗബലിയെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ദ സ്ലോട്ടർ ഓഫ് എനി ആനിമൽ നോട്ട് ബീങ് എ കൗ ഓർ എ കാഫ് ഓഫ് എ കൗ, ബുൾ ഓർ ബുള്ളോക്ക് ഓൺ സച്ച് റിലീജിയസ് ഡേയ്സ് എന്നാണ് നിയമം പറയുന്നത്. മറ്റ് മൃഗങ്ങളെ മതപരമായ ദിവസങ്ങളിൽ കൊല്ലാം എന്നർത്ഥം. മാട്ടിറച്ചി കൊണ്ടുപോകുന്ന മനുഷ്യരെ മാത്രമല്ല, കൊണ്ടുപോകുന്ന വാഹനത്തെയും കസ്റ്റഡിയിൽ എടുക്കണം എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടുന്നത് അപൂർവമാണ്. പിടിച്ചെടുത്ത് 6 മാസത്തിനകം കോടതി പറയുന്ന കരുതൽ തുക കെട്ടിവെച്ചാൽ വാഹനം വിട്ടുകൊടുക്കാമെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ നടക്കാറില്ല എന്ന് മാത്രം. വാഹനത്തിനും ശിക്ഷ ആജീവനാന്തമാണെന്ന് ചുരുക്കം. ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും വിവരം കിട്ടിയാൽ എവിടെ കയറിയും പരിശോധിക്കാൻ അധികാരമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് ബീഫ് ഉണ്ട് എന്ന് തോന്നുന്ന ഏതു പ്രദേശത്തും പരിശോധന നടത്താം. ആരെയും ചോദ്യം ചെയ്യാം. ഇനി ബീഫ് കൈകാര്യം ചെയ്തേക്കും എന്ന് സംശയം തോന്നിയാലും എവിടെയും പരിശോധന നടത്താം. അത്തരം കെട്ടിടങ്ങളുടെയും സ്ഥലത്തിന്റെയും ഉടമ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് ബാധ്യതയുണ്ട്.
ബീഫ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിലും പരിശോധന നടക്കും. ആരെയും കൊടുക്കാൻ ഈ വകുപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് പരാതി. ബീഫ് കൈവശം വെക്കുന്നതിനും ശേഖരിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഇത്ര കഠിനമായ ശിക്ഷ ഗുജറാത്തിൽ മാത്രമാണുള്ളത്. മനുഷ്യനെ കൊന്നാലുള്ള അതേ ശിക്ഷയാണ് പശുവിനെ കൊന്നാലും. പശു മാത്രമല്ല, കാളയും മൂരിയുമാണെങ്കിലും ഈ ശിക്ഷ തന്നെ കിട്ടും. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കൊടുക്കാൻ ചെയ്തതാണെങ്കിലും അവർക്കെതിരെ കേസിന് പോകാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ തന്നെ പറയുന്നു. ബീഫ് ഉണ്ടെന്ന് കരുതി അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനകളും നടപടികളും ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുകൂടിയാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നിയമമാണ് ഗുജറാത്ത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. കാസിം, സത്താർ, അക്രം എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചപ്പോൾ ആദ്യത്തെ സന്തോഷം വന്നത് ഗുജറാത്ത് സർക്കാരിൽ നിന്നാണ്. ഗോമാതാവ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. പശുവിനെ കൊല്ലുന്നവരോട് ഗുജറാത്ത് സർക്കാർ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും രംഗത്തെത്തി. മന്ത്രിസഭാ യോഗം വിധിയെ പ്രശംസിച്ചു. ഇത് ചരിത്രപരമായ വിധി എന്നാണ് മന്ത്രിസഭ വിലയിരുത്തിയത്. അതെ, ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. പശുവിനെ കൊന്നതിന് 3 മനുഷ്യർക്ക് ജീവപര്യന്തം തടവും 18 ലക്ഷം രൂപ പിഴയും. നമസ്കാരം.